വല്ലാത്തൊരു വല്ലിടങ്ങേറ് വല്ലാത്തൊരു വല്ലിടങ്ങേറ് വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ് വല്ലാത്തൊരു വല്ലിടങ്ങേറ്. വല്ലാത്തൊരു വല്ലിടങ്ങേറ്. ഞാൻ ഈ കടയ്ക്ക് കയറി വരുന്ന സമയം മുതൽ ആ കുട്ടിയോടെ നിൽക്കുക. നിങ്ങളുടെ ആളുകൾക്ക് കൊടുത്തിട്ട് മതി വേറെ ആർക്കും കൊടുക്കില്ല, മനസ്സിലായില്ലേ? ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും നോക്കിയപ്പോൾ വിലയിരുത്തരുത് കേട്ടാ. ഞാൻ ഈ കട നടത്തുന്നതേ ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബം കഴിഞ്ഞ മാതിരി നിങ്ങളുടെ കുറച്ച് കുടുംബം കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ടാണ്. അതിൽപ്പെട്ടല്ലേ ചെയ്യും. അല്ലടോ നിങ്ങൾ ഈണ വന്നിട്ടുണ്ട്, പള്ളിയിലേക്കായിരിക്കും. അല്ല, സർക്കസിനാടാ. ഞാൻ അവിടെ വെച്ചാ എപ്പോഴും എന്തെങ്കിലും ചണ്ടിക്കണം കൊണ്ടുവന്ന് ചണ്ടിപ്പരിപ്പ് മുന്തിരി മുഴുവൻ തിന്ന് തീർത്തു. ഈ വിട്ടുമ്പോഴേ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയാളാ, മനസ്സിലായില്ലേ? നിങ്ങൾ വരി. അതെ, ഇപ്പൊ എങ്ങനെ ഇറങ്ങുവോ അതോ ബെടായും പറഞ്ഞ അവിടെ ഇരിക്കുവോ? അല്ല ബോ, ഇപ്പൊ ആരാ ഇവിടുത്തെ മുതലാളി? ചില സമയത്തെ കളക്ഷന്മാരൊക്കെ വരുന്ന നേരത്ത് ഓന അവിടുത്തെ മുതലാളി. അതാ ഓനെന്നെ നല്ലത്. അടി വാടിയിരിക്കുന്നേ വെള്ളം വേണോ? ചുണ്ടരി ഞാൻ കാണിച്ചു തരാം. വെള്ളം കൊണ്ടുവരട്ടോ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല കനം. അവിടെ വെക്കാം. ഇവിടെ വെച്ചാ മതിയോ? എന്താ കൊക്കില് നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? ഇനി നമുക്കൊരു മൊയിൽ കൂടി വേണം. കിട്ടി ഞാൻ കൊടുക്കും. നിനക്ക് ടൈം കൈ എടുക്കടി, ഞാൻ തരില്ല. നിന്റെ മീന് നിന്നെ പോലെ മെലിഞ്ഞായിരിക്കണം. എന്റെ മീന് എന്റെ പോലെ. നിന്റെ മീന് ഗുഡ്സിൽ വരുന്ന മത്തിയ പോലെ ഉണ്ട്.
അയ്യടാ ഒരു ഭംഗി മിന്നു സാനു നമുക്ക് കാക്കു എന്നെ കുത്തിയിട്ട് ഡാ. കൊടുക്കണമെന്ന് സമ്മതിക്കുന്നില്ല. ഇവിടെ വാടാ. എന്താ കാക്കുവോ? രാവിലെ തുടങ്ങിയ ഞങ്ങളെ കളി. നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇന്ന് പഠിക്കണ്ട. അതെന്താ? അനക്ക് പഠിക്കണ്ടേ? കാക്കു അനക്കെന്താ ഞാൻ പറഞ്ഞ കേട്ടാ? കാട്ടുമ്മച്ചിയെ. പോ പുസ്തകം എടുത്തിട്ട്. എന്താ ഷർഫോ എന്താ രാവിലെ തന്നെ ഉമ്മ രാവിലെ തന്നെ കളിച്ചിരിക്കുക വരെ പണി, വേറെ ഒരു പണിയില്ല. ഇവർക്ക് പഠിക്കാനൊന്നുമില്ലേ? എന്താ അവർക്ക് പണി? കുട്ടികളല്ലേ അവര്? അപ്പൊ ഞാനോ? പോടന്ന് മക്കളെ വാ. ഓ ഒരു പഠിപ്പിച്ച് ഇന്ന് എനിക്കൊരു ചായ. ആ ഉച്ചയ്ക്ക് അവിടെ കുടിച്ചിട്ടുണ്ടോ? കൊണ്ടുവരാം. ഇതിനി ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ശരിയാണ്ടി, ഈ ട്രൗസർ ഭയങ്കര ലൂസാ. ഈ വള്ളി ഇങ്ങോട്ട് ടൈറ്റ് ആണില്ല. കുന്തം അപ്പോഴത്തെ അതും കോട്ടോ. ഇതിന്റെ കാര്യമല്ല മനുഷ്യ പറഞ്ഞത്. പിന്നെന്താ? വയസ്സായിട്ട് കൂടെ ഇപ്പോഴും ഇത് തന്നെ ഉള്ളു ചിന്ത. നബീസോ, എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ചീരാമുളക് അതല്ല നബീസോ. അയ്യ, ഈ വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം മനുഷ്യ. ഇന്ന് തന്നെ ഉണ്ടാക്കും. ഓങ്ങോട്ട് വന്നോട്ടെ. ഇതൊക്കെ നിങ്ങൾ പറയും. ഓനെ കണ്ടു കഴിഞ്ഞാ നിങ്ങൾ ഓന്റെ ആളാ. എടി, അണക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ മമ്മൂട്ടിന്റെ തനിനിറയിന്ന് കാണും, പെട്ടെന്ന് തുണ്ടൻ രണ്ട്. അതാണടി മമ്മൂട്ടിന്റെ പ്രകൃതം. വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്.